നബി തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് പരാതി പറയുകയാണ്, നബിയെ, ഞാൻ സമ്പാദിക്കുന്നുണ്ട്, പക്ഷെ ആ സമ്പാദ്യമൊന്നും എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല. എൻ്റെ സാമ്പത്തിക ഇടപാടുകളൊക്കെ ഫ്ലോപ്പായി പോവുകയാണ്. എനിക്ക് ആ സമ്പത്ത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഉപകരിക്കുന്നില്ല. എനിക്ക് ഈ സമ്പത്ത് നിലനിന്ന് കിട്ടണം, എൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ ഒന്ന് മാറിക്കിട്ടണം. നബി തങ്ങൾ ഒരു അത്ഭുത ദിക്ർ പറഞ്ഞു കൊടുക്കുകയാണ് മറുപടിയായിട്ട്. ഈ മനുഷ്യൻ അത് ചൊല്ലി കുറെ നാളുകൾക്ക് ശേഷം നബി തങ്ങളുടെ അടുക്കലേക്ക് വീണ്ടും വന്നിട്ട് അവിടുന്ന് ഒരു പരാതി പറയാണ്. അടുത്ത പരാതി എന്താണെന്നറിയോ? നബിയെ, ഞാൻ ആ ദിക്ർ ചൊല്ലാൻ തുടങ്ങിയതിന് ശേഷം സമ്പത്ത് എന്നിലേക്ക് ഒഴുകി വരാൻ തുടങ്ങി, എന്നിലേക്ക് അധികമായി വരാൻ തുടങ്ങി. ഇപ്പോൾ ആ സമ്പത്ത് എന്ത് ചെയ്യണമെന്ന്, എവിടെ സൂക്ഷിക്കണമെന്ന്, എവിടെ വെക്കണമെന്ന് എനിക്കറിയില്ല എന്ന് അത്ഭുതപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്, ഏതാണ് ആ അത്ഭുത ദിക്ർ എന്ന് നമുക്കൊന്ന് പഠിക്കണ്ടേ? നബി തങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്ത നമ്മുടെ ജീവിതത്തിലും ഐശ്വര്യം കടന്നു വരാൻ മഹത്തായ ഈ ദിക്ർ എല്ലാ ദിവസവും രാവിലെ പതിവാക്കിയാൽ മതി എന്ന് നബി തങ്ങൾ പറയുകയാണ്. നമുക്ക് പഠിക്കാം ആ ദിക്ർ. ഇത് സ്ത്രീകൾക്ക് ചൊല്ലാം, ഉമ്മമാർക്ക് ചൊല്ലാം, സഹോദരിമാർക്ക് ചൊല്ലാം. അവർ ബിസിനസ് ചെയ്യുന്ന ഭർത്താവാണെന്ന് എഴുതിയിട്ട് നമ്മൾ ചൊല്ലാതിരിക്കേണ്ട. നമ്മൾ ചൊല്ലിയാൽ ഭർത്താവിന് സമ്പാദ്യം അധികരിക്കാൻ അത് കാരണമായി തീരും, അല്ലെ മക്കൾക്ക് അവരുടെ ബിസിനസ്സിൽ വളർച്ച ഉണ്ടാകാൻ അത് കാരണമായി തീരും. ഇതെല്ലാ സമയത്തും ചൊല്ലാം, അശുദ്ധിയുള്ള സമയത്തും ചൊല്ലാം, അല്ലാത്തപ്പോഴും ചൊല്ലാം. ഐശ്വര്യത്തിന്റെ സൂറത്താണ് എന്ന് നബിതങ്ങൾ പരിചയപ്പെടുത്തിയ സ്വഹാബത്ത് എല്ലാവരും പതിവാക്കിയിരുന്ന മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളടക്കം എല്ലാ സ്വഹാബി വര്യന്മാരുടെയും ജീവിതത്തിൽ പതിവാക്കിയിരുന്ന അബൂദർ റളിയല്ലാഹു അൻഹു ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല എന്ന് പരിചയപ്പെടുത്തിയ മഹത്തായ ഒരു സൂറത്തുണ്ട്. പക്ഷേ നമ്മൾ ഓതാറില്ല പലപ്പോഴും. അപ്പോൾ സമ്പത്ത് നല്ലത് അധികരിക്കുക എന്നുള്ളത് അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ സമ്പാദ്യത്തിലും വർധനവുണ്ടാകാനും നമ്മുടെ സമ്പാദ്യം ഉപകാരപ്പെടുന്നതായി തീരാനും എന്ത് ചെയ്യണമെന്ന് ചുരുങ്ങിയ രൂപത്തിൽ നമുക്കൊന്ന് കേൾക്കാം. വീഡിയോ മുഴുവൻ കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എല്ലാവരെയും ഖബൂലാക്കട്ടെ. എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഉമ്മമാർ, സഹോദരിമാർ, അല്ലാഹു എല്ലാവർക്കും ഖൈർ നൽകട്ടെ. ദുആ വസിയത്ത് ചെയ്ത മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അല്ലാഹുവേ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. അവരുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. റബ്ബേ, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. എനിക്കും അതുപോലെ തന്നെ ഈ കേൾക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും ഖൈറാത്തുകൾക്ക് നീ അവസരം നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്നൊക്കെ മൺമറഞ്ഞു പോയ ഉപ്പമാർ, ഉമ്മമാർ, സഹോദരങ്ങൾ എല്ലാവർക്കും നീ ഖൈർ നൽകണേ റബ്ബേ. അവർക്ക് നീ സ്വർഗം നൽകണേ അല്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സമ്പാദ്യം അള്ളാഹു നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്, നിഅമത്താണില്ലേ. എന്നാൽ നല്ല സമ്പാദ്യം കിട്ടുക എന്നുള്ളത്, നല്ല സമ്പത്ത് ലഭിക്കുക എന്നുള്ളത് അള്ളാഹു ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ചില ആളുകൾക്ക് അള്ളാഹു സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. ഖുർആനൊക്കെ പറഞ്ഞിട്ടുണ്ടില്ലേ, ഖാറൂൻ സമ്പാദ്യം കുറെ കൊടുത്ത ആളാ, ഫിർഔൻ സമ്പാദ്യം കൊടുത്ത ആളാ, നമ്രൂദ് സമ്പാദ്യം കുറെ കിട്ടിയ ആളാ. പക്ഷേ അവർക്കൊന്നും ആ സമ്പാദ്യം കൊണ്ട് ഉപകരിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആഖിറത്തിലേക്ക് അതൊന്നും ഉപകരിച്ചില്ല. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ നശിപ്പിക്കാൻ ആ സമ്പാദ്യം കാരണമായി തീർന്നു. അങ്ങനെയുള്ള സമ്പാദ്യം നമുക്ക് വേണ്ട. മറിച്ച് സുലൈമാൻ നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന് അള്ളാഹു സമ്പാദ്യം കൊടുത്തു, അധികാരം കൊടുത്തു. യൂസുഫ് നബി അലൈഹിസ്സലാം, അള്ളാഹു അധികാരം കൊടുത്തു, സമ്പാദ്യം കൊടുത്തു. തുടങ്ങി മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി മഹത്തുക്കൾ അവരുടെ ജീവിതത്തിലും അള്ളാഹു സമ്പാദ്യം കൊടുത്തിരുന്നു. ആ സമ്പാദ്യം അവർക്ക് ഉപകരിച്ചു. ആ ഉപകരിക്കുന്ന സമ്പാദ്യം നമുക്ക് വേണം, ഇല്ലേ? അങ്ങനെ ആഗ്രഹിക്കണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന, അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞത്. ദുനിയാവിലും ഹസനത്ത് വേണം, ആഖിറത്തിലും ഹസനത്ത് വേണം. അപ്പോൾ അതിനുള്ളൊരു എളുപ്പമാർഗ്ഗം എന്താണ്? നമുക്കതിനുള്ള വഴി എന്താണ്? നമ്മൾ അധ്വാനിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്, പല മേഖലകളിലും ഇടപെടുന്നുണ്ട്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മളിലേക്ക് വരുമാനം വരുന്നില്ല. പലരുടെയും പരാതിയാണ്. നമ്മളോട് വിളിച്ച് പരാതി പറയുന്ന അധികം ആളുകളും അത്തരത്തിൽ പരാതി പറയാറുണ്ട്. ഇതേ പരാതി നബി തങ്ങളുടെ അടുക്കൽ ഒരിക്കൽ ഒരു സ്വഹാബി വന്ന് പറഞ്ഞു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ആ ഒരു സംഭവം പറയാണ്. അന്ന റജുലൻ ഖാല യാ റസൂലല്ലാഹ്, ഒരു മനുഷ്യൻ വന്നിട്ട് നബി തങ്ങളോട് പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ റസൂലേ. നബി തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഇന്ന ദുനിയ അദ്ബറത് അന്നി വതവല്ല, ദുനിയാവ് എന്നെ തൊട്ട് പിന്തിരിഞ്ഞു പോവുകയാണ് നബിയെ, എന്നെ തൊട്ട് പിന്തിരിഞ്ഞു പോവുകയാണ്, എന്നെ പരിഗണിക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. അതൊരു പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ സമ്പാദിക്കുന്ന സമ്പാദ്യം എനിക്ക് ഉപയോഗപ്പെടുന്നില്ല, ഉപകാരപ്പെടുന്നില്ല എന്ന്. എനിക്ക് സമ്പാദ്യം ദുനിയാവാണല്ലോ, അല്ലേ? അത് എനിക്ക് ഉപകാരപ്പെടുന്നില്ല നബിയെ. ഞാൻ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. പക്ഷേ ആ കിട്ടുന്ന സമ്പാദ്യമൊന്നും എനിക്ക് വേണ്ടതുപോലെ എൻ്റെ ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്നില്ല. അതിനെന്തെങ്കിലും ഒരു പോംവഴി പറഞ്ഞു തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് കേട്ടപ്പോൾ അത്ഭുതത്തോടുകൂടി തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. ഫഅൈന അൻത മിന സ്വലാത്തിൽ മലായികത്തി വതസ്ബീഹിൽ ഖലായിഖി വബിഹി യുർസഖൂൻ. സുബ്ഹാന ജല്ലാലു, മുത്തുനബി തങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ്, എവിടെയാണോ നിനക്ക് ആ മലായിക്കത്ത് ചൊല്ലുന്ന ഒരു സ്വലാത്ത് ഉണ്ടല്ലോ, മലായിക്കത്ത് ചൊല്ലുന്ന സ്വലാത്ത്, അതുപോലെ തന്നെ ലോകത്തുള്ള സർവ്വ സൃഷ്ടി ചരാചരങ്ങളും ചൊല്ലുന്ന തസ്ബീഹ്, അതുകൊണ്ടാണ് ആ ചൊല്ലപ്പെടുന്ന തസ്ബീഹ് കൊണ്ടാണ് അവർക്ക് റിസ്ക് നൽകപ്പെടുന്നത്, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നം നൽകുന്നത്, അല്ലാഹു അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ആ തസ്ബീഹ് അവർ ചൊല്ലുന്നത് കൊണ്ടാണ്. അങ്ങനെയുള്ള ഒരു തസ്ബീഹ് ഉണ്ടായിട്ട് നീ എവിടേക്കായി പോകുന്നത് എന്ന് നോക്ക്. ആ ചോദ്യം
അത്തരത്തിലുള്ളൊരു തസ്ബീഹ നിന്റെ മുമ്പിൽ ഉണ്ടായിട്ട് നീ അത് ചൊല്ലാതെ, ആ ദിക്ർ ചൊല്ലാതെ നീ എവിടേക്കാണ് ഈ പരാതി പറഞ്ഞു പോകുന്നത് എന്ന്. നിനക്ക് നിന്റെ പരാതികളൊക്കെ തീരാൻ, നിന്റെ ഈ വിഷമങ്ങൾ തീരാൻ, സാമ്പത്തികമായ സകല ഇടപാടുകളിലും നിനക്ക് വിജയം ലഭിക്കാനും ബുദ്ധിമുട്ടുകളൊക്കെ തീരാനും നിനക്ക് നൽകിയ ലോകത്തുള്ള സർവ്വ സൃഷ്ടി ചരാചരങ്ങൾക്കും റിസ്ക് നൽകപ്പെടാൻ കാരണമായി തീരുന്ന മലക്കുകൾ ചൊല്ലുന്ന ഒരു തസ്ബീഹ് ഉണ്ടായിട്ട്, മലക്കുകൾ ചൊല്ലുന്ന ഒരു സ്വലാത്ത് ഉണ്ടായിട്ട് നീ എന്താണ് അത് ചൊല്ലാത്തത് എന്ന് നബി തങ്ങൾ ചോദിക്കുക തിരിച്ച്. എന്നിട്ട് നബി തങ്ങൾ പറയാ, കുൽ, നീ പറയണം, ഇൻദ തുലൂഇൽ ഫജ്ർ, ഉദയത്തിന്റെ ആ സമയം, ഉദയത്തിനോട് അടുക്കുന്ന ആ സമയം നീ ചൊല്ലണം, മിഅത്ത മറത്തിൻ, 100 തവണ. അപ്പോൾ സുബഹയുടെ അടുത്ത സമയത്ത് ഈ ഒരു 100 ദിക്ർ നീ ചൊല്ലണം. എന്താണ് ആ ദിക്ർ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം അസ്തഗ്ഫിറുല്ലാഹ്. നമുക്കറിയുന്ന ദിക്റല്ലേ, നമുക്കൊക്കെ അറിയുന്ന ദിക്റല്ലേ? ഒന്ന് ചൊല്ലി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം അസ്തഗ്ഫിറുല്ലാഹ്. ഈ ഒരു കുഞ്ഞൻ ദിക്ർ, ഏറ്റവും എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റുന്നൊരു ദിക്ർ നീ സുബഹയോടടുത്ത സമയത്ത് നീ ചൊല്ലണം. ആ ഒരു ഫജ്റിന്റെ സമയത്ത്, ആ സൂര്യൻ ഉദിക്കുന്ന ആ സമയത്ത് നീ ഒന്ന് ചൊല്ലണം 100 തവണ, മിഅത്തമറത്തിൻ, 100 തവണ ചൊല്ലണം. നിന്റെ പ്രയാസങ്ങളൊക്കെ മാറും. ദുനിയാവ് നിന്റെ അടുക്കലേക്ക് വരുമെന്ന് മുത്തുനബി തങ്ങൾ പറയാം. ദുനിയാവ് നിന്റെ അടുക്കലേക്ക് ഇങ്ങോട്ട് വരും. നീ അങ്ങോട്ട് തേടി പോകേണ്ട ആവശ്യമില്ല, അങ്ങോട്ട് കിടന്ന് ബേജാറാവേണ്ട ആവശ്യമില്ല. ഇങ്ങോട്ട് ദുനിയാവ് വരിക, ഇങ്ങോട്ട് വരും. നിന്റെ അടുക്കലേക്ക് സമ്പാദ്യം ഇങ്ങോട്ട് വരും. നിനക്ക് അതിനുള്ള വഴികളൊക്കെ ഇങ്ങോട്ട് തുറന്നു കിട്ടും. നീ ചൊല്ലിക്കോ എന്ന് നബി തങ്ങൾ ഡയറക്റ്റ് പറഞ്ഞു കൊടുക്കുകയാണ് ആ മനുഷ്യന്. ഇത് സ്ത്രീകൾക്ക് ചൊല്ലാം, ഉമ്മമാർക്ക് ചൊല്ലാം, സഹോദരിമാർക്ക് ചൊല്ലാം. അവർ ബിസിനസ് ചെയ്യുന്ന ഭർത്താവാണെന്ന് എഴുതിയിട്ട് നമ്മൾ ചൊല്ലാതിരിക്കേണ്ട. നമ്മൾ ചൊല്ലിയാൽ ഭർത്താവിന് സമ്പാദ്യം അധികരിക്കാൻ അത് കാരണമായി തീരും. അല്ലെ മക്കൾക്ക് അവരുടെ ബിസിനസ്സിൽ വളർച്ച ഉണ്ടാകാൻ അത് കാരണമായി തീരും. ഇതെല്ലാ സമയത്തും ചൊല്ലാം, അശുദ്ധിയുള്ള സമയത്തും ചൊല്ലാം, അല്ലാത്തപ്പോഴും ചൊല്ലാം. ഇതിന് പ്രത്യേക കണക്കൊന്നുമില്ലല്ലോ. 100 തവണ എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മളിത് പതിവാക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതം വെച്ചടി കയറ്റമായി തീരും. നമ്മുടെ ജീവിതത്തിൽ മെച്ചമുണ്ടായിത്തീരും. എത്രയോ അനുഭവങ്ങൾ അനുഭവസ്ഥരായ സ്വഹാബത്തും അതുപോലെ തന്നെ താബിഈങ്ങളും ഔലിയാക്കളും പരിചയപ്പെടുത്തിയതായി കാണാം. നബി തങ്ങൾ പരിചയപ്പെടുത്തിയ ഈ ഒരു ദിക്ർ, നിന്റെ പിന്നാലെ ദുനിയാവ് വരുമെന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. അങ്ങനെ ഫവല്ല, ആ മനുഷ്യൻ അവിടുന്ന് പോയി. ആ മനുഷ്യൻ ഇത് കേട്ടുകൊണ്ട്, നബി തങ്ങൾ പറഞ്ഞു തന്ന ആ മാർഗവും കേട്ടുകൊണ്ട് അവിടുന്ന് പോയി. ഫമക്കസ, എന്നിട്ട് കുറെ കാലം കഴിഞ്ഞതിന് ശേഷം ഫആദ, അദ്ദേഹം മടങ്ങി വന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മടങ്ങി വന്നിട്ട് നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയാം, അത്ഭുതത്തോടു കൂടി പറയാം, ഫഖാല യാ റസൂലല്ലാഹ്, അല്ലയോ അള്ളാഹിന്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ, എനിക്ക് സമ്പാദ്യം ഇങ്ങോട്ട് കുമിഞ്ഞുകൂടാൻ തുടങ്ങി. നബിയെ, എന്നിലേക്ക് സമ്പാദ്യം അധികരിക്കാൻ തുടങ്ങി. എൻ്റെ ബിസിനസ്സൊക്കെ അങ്ങോട്ട് കളർഫുള്ളായി മെച്ചപ്പെട്ടു. എൻ്റെ ജീവിതം ഇപ്പോൾ വളരെ റാഹത്തായി നബിയെ. എന്നിട്ട് പറയാണ്, ഫമാ അദ്രി കൈഫ അന അദഉഹ, ഞാൻ ഈ സാധനം, ഈ കിട്ടിയ സമ്പാദ്യം, എൻ്റെ ഈ സ്വത്ത് എവിടെ വെക്കണം എന്നറിയാത്ത അവസ്ഥയിലായി നബിയെ. ആ മനുഷ്യൻ പറയാണെന്ത്, എനിക്ക് കിട്ടിയ സ്വത്ത്, എൻ്റെ ഈ സമ്പാദ്യം, എൻ്റെ ഈ ദിർഹമുകളും ദീനാറുകളും, എൻ്റെ ഈ സ്വത്ത് വകകളൊക്കെ എവിടെയാണ് എനിക്കത് സൂക്ഷിക്കേണ്ടത്? അന്ന് ബാങ്കൊന്നും ഇല്ലല്ലോ. എവിടെയാണിതൊന്ന് സൂക്ഷിച്ചു വെക്കേണ്ടത് എന്നുള്ള ഒരു അറിവ് എനിക്ക് ഇല്ല നബിയെ. അത്രത്തോളം എന്നിലേക്ക് സമ്പാദ്യം ഒഴുകി വരാൻ തുടങ്ങി. എൻ്റെ ജീവിതം അങ്ങ് കളർഫുള്ളായി നബിയെ എന്ന്. എപ്പോ ഈ ഒരു ദിക്ർ അദ്ദേഹം പതിവാക്കിയതിന് ശേഷം, ഇതെന്റെ വകയായി പറയല്ല, മഹാനായ ഇമാം മാലിക് തങ്ങൾ ഈ ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട് അവിടുത്തെ ഗ്രന്ഥത്തിൽ. നമുക്ക് അബ്ദുല്ലാഹിബിൻ ഉമർ തങ്ങൾ മുത്തബിഉ സുന്നയാണ്. നബി തങ്ങൾ പറഞ്ഞതും ചെയ്തതും അപ്പടി ജീവിതത്തിൽ പതിവാക്കിയ മനുഷ്യനാണ്. ആ മഹാനവറുകളാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. ഈ മനുഷ്യൻ വന്നിട്ട്, ഈ പരാതി പറഞ്ഞ മനുഷ്യൻ വന്നിട്ട് പറയാണ്, എനിക്ക് എൻ്റെ സമ്പാദ്യം എന്ത് ചെയ്യണമെന്ന് അറിയാത്ത രൂപത്തിലേക്ക് എൻ്റെ ജീവിതത്തിൽ അത് വെച്ചടി കയറ്റമുണ്ടായി നബിയെന്ന്. നോക്ക്, പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സംഗതികളുണ്ട്. നബി തങ്ങൾ ഒരുപാട് ദിക്റുകളും സ്വലവാത്തുകളും അതുപോലെ ഔലിയാക്കളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മുടെ പരാതി, ഞാൻ ഇങ്ങനെ ദിക്ർ ചെല്ലുന്നുണ്ട്, സ്വലാത്ത് ചെല്ലുന്നുണ്ട്, മദ്ഹ് ചെയ്യുന്നുണ്ട്, അല്ലെ ഇസ്മ ചൊല്ലുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യുന്നില്ല, എൻ്റെ ജീവിതത്തിൽ യാതൊരു മാറ്റവും ഇല്ല. പരാതി ഖിയാമത്ത് നാൾ വരെ പറഞ്ഞാലും തീരൂല, അങ്ങനത്തെ പരാതിയാണ്. എന്നാൽ ഇതിനൊക്കെ മാറ്റം വരണമെങ്കിൽ ആദ്യമായി വേണ്ടത് ഇഖ്ലാസാണ്. ഖൽബിൽ ഇഖ്ലാസ് ഇല്ലാതെ നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ ഖൽബിൽ അള്ളാഹുവിൻ്റെ പ്രവാചകർ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു തന്ന ഈ ദിക്ർ ചൊല്ലിയാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മെച്ചമുണ്ടാകും, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ മാറ്റമുണ്ടാകും, എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമ്പാദ്യം ലഭിക്കും, എനിക്ക് ദുനിയാവും ആഖിറവും കിട്ടും. കേവലം ദുനിയാവ് മാത്രം എന്നുള്ള ചിന്തയാവാൻ പാടില്ല. മറിച്ച് എനിക്ക് കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് ആഖിറത്തിലേക്ക് ഉപകാരം ഉണ്ടാകണം, എനിക്ക് കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് നാളെ രക്ഷപ്പെടാൻ കഴിയണം. അത്തരത്തിൽ നല്ല ചിന്തയോടുകൂടി, നല്ല ഇഖ്ലാസോട് കൂടിയിട്ടാണ് നമ്മൾ ചൊല്ലുന്നത് എങ്കിൽ 100% ഉറപ്പാണ്. അതിന് ഏറ്റവും നല്ല തെളിവാണ് മഹാനായ ആ സ്വഹാബി മുത്തുനബി തങ്ങളോട് വന്ന് ഇത് രണ്ടാമതായി അതിന് കിട്ടിയ ഫലം, ബെനിഫിറ്റ് പറഞ്ഞു കൊടുത്തത് അല്ലേ. അത് കിട്ടിയ ബെനിഫിറ്റ് വന്ന് പറഞ്ഞു കൊടുത്തത് അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ നമുക്കും കിട്ടുമെന്നുള്ളതിൻ്റെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ.
അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് നബി തങ്ങൾ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ജീവിതത്തിൽ വലിയ ഐശ്വര്യം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവർ, ജീവിതത്തിൽ മെച്ചമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഫക്ർ ദാരിദ്ര്യം ഉണ്ടാകാൻ പാടില്ല എന്ന് കൊതിക്കുന്ന ആളുകൾ, നമ്മൾ ചെയ്യുന്ന ജോലികളിലൊക്കെ ബർക്കത്തുണ്ടായി നമ്മുടെ സമ്പാദ്യം കുമിഞ്ഞുകൂടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, പ്രയാസങ്ങളൊന്നുമില്ലാതെ ആരുടെ മുമ്പിലും കൈനീട്ടാത്ത അവസ്ഥ വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അത്തരത്തിൽ ഈ ഒരു സൂറത്ത് പാരായണം ചെയ്യുകയാണ് എങ്കിൽ അവർക്ക് ഗിനയുണ്ടാകും, ഐശ്വര്യമുണ്ടാകുമെന്ന് നബി തങ്ങൾ ഡയറക്റ്റ് പറഞ്ഞു തന്നൊരു സൂറത്താണ് സൂറത്തുൽ വാഖിഅ. അല്ലേ, സൂറത്തുൽ വാഖിഅ നമുക്കൊക്കെ അറിയാം, നബി തങ്ങൾ പരിചയപ്പെടുത്തിയതാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ ഇത് ഓതാറില്ല. എന്നാൽ ഓതുന്ന ശീലമാക്കിയ എത്രയോ ഉമ്മമാർ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങളെ ഈ സാധുവായ എന്നോട് പങ്കുവച്ചിട്ടുണ്ടെന്നറിയോ. ജീവിതത്തിൽ ഓതിയ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിലൊക്കെ വലിയ മെച്ചമുണ്ടാകാൻ കാരണമായിട്ടുണ്ട് അത് പതിവാക്കിയതിന് ശേഷമെന്ന് എത്രയോ ഉമ്മമാർ അനുഭവം പറഞ്ഞവരുണ്ട്, എത്രയോ സഹോദരങ്ങൾ പറഞ്ഞവരുണ്ട്. ഒരു സഹോദരൻ എന്നോട് എപ്പോഴും എൻ്റെ അടുത്ത് വന്ന് പറയുന്ന, ഉസ്താദേ എനിക്ക് കുറേ ലക്ഷം രൂപ കടമുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഖുർആനിലെ സൂറത്തുൽ വാഖിഅയും അതുപോലെ തന്നെ തൗബയിൽ അവസാനത്തെ ആയത്തും, അദ്ദേഹം അങ്ങനെ പറഞ്ഞു തന്നെ, തൗബയിലെ അവസാനത്തെ 2 ആയത്തുകളും ഇത് ഞാൻ ജീവിതത്തിൽ പതിവാക്കാൻ തുടങ്ങിയപ്പോൾ, ഒരിക്കലും ഒഴിവാക്കാതെ എല്ലാ ദിവസവും മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ഓതാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആ ഉണ്ടായിരുന്ന കടങ്ങൾ മുഴുവൻ, ലക്ഷക്കണക്കിന് രൂപ കടമുണ്ടായിരുന്നു, അത് മുഴുവൻ വീടി ഇപ്പോൾ 1 രൂപ പോലും ഞാൻ ആർക്കും കൊടുക്കാനില്ല. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാനിപ്പോൾ മരണപ്പെടുകയാണെങ്കിൽ കടങ്ങളൊന്നും ഇല്ലാതെ റാഹത്തായിട്ടാണ് എനിക്ക് മരിക്കാൻ പറ്റുക. എത്ര സന്തോഷം ഉണ്ടാവും മനുഷ്യന്, അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കടങ്ങളൊക്കെ തീർത്തു തരട്ടെ. സാമ്പത്തികമായി അള്ളാഹു മെച്ചം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തിക ഇടപാടുകളൊക്കെ അള്ളാഹുവിന് പൊരുത്തമുള്ളതാക്കി തരുമാറാകട്ടെ. ഹലാലും തൊയ്യിബുമായി നമുക്ക് വേണം, നല്ലത് വേണം. കുറേ അങ്ങോട്ട് വാരിക്കൂട്ടിയിട്ട് കുറേ ഹറാമായ വഴിയിലൂടെ ലോട്ടറി എടുത്തിട്ട് അങ്ങോട്ട് കുറേ സമ്പാദ്യം ഉണ്ടാകും, അല്ലേ. അങ്ങനെ അടിക്കുക, ലോട്ടറി അടിച്ചിട്ട് കോടിക്കണക്കിന് രൂപ കിട്ടി, അതുകൊണ്ട് എന്തെങ്കിലും ബർക്കത്തുണ്ടാവും ജീവിതത്തിൽ? അതുണ്ടാവില്ല. ആരെങ്കിലും പറ്റിച്ച് കുറേ സമ്പാദ്യം ഉണ്ടാക്കി, ഗൾഫിൽ പോയി ഒരു അറബി ഷോപ്പിട്ട് കൊടുത്തു, അയാൾ അവിടെ എന്ത് കാഷ്യറായിട്ടിരുന്നു, അവിടുന്ന് ഇങ്ങനെ ഇസ്കി എന്ത് ചെയ്തു, കുറേ സമ്പാദ്യം ഉണ്ടാക്കി, നാട്ടിൽ വലിയ വീടും ബംഗ്ലാവും ഒക്കെ വെച്ചു, അങ്ങനെ സമ്പാദ്യം കുറേ കുമിഞ്ഞുകൂടി, അല്ലെ നാട്ടിൽ ബിസിനസ് തുടങ്ങി, അയാൾ വലിയ കോടീശ്വരനായി. അതുകൊണ്ട് അല്ലാഹു ബർക്കത്തുണ്ടാവില്ല, ജീവിതത്തിൽ ബർക്കത്തുണ്ടാവില്ല. അയാളുടെ ജീവിതത്തിലുണ്ടാവില്ല, ആ കുടുംബത്തിലും ബർക്കത്തുണ്ടാവില്ല, ആ തലമുറയിലും ബർക്കത്തുണ്ടാവില്ല. മറിച്ച് ഹലാലും തൊയ്യിബുമായതുകൊണ്ട് നല്ല സമ്പാദ്യം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സാമ്പത്തിക മേഖല കെട്ടിപ്പൊക്കുന്നത് എങ്കിൽ അള്ളാഹു അതിൽ വലിയ ബർക്കത്ത് ചെയ്തു തരും. സ്വഹാബത്തിന്റെ ജീവിതം അങ്ങനെയായിരുന്നു. അവർ നല്ലതുകൊണ്ടാണ് തുടങ്ങിയത്. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളെപ്പോലെ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളെപ്പോലെ അവരുടെയൊക്കെ ജീവിതം നോക്കിയാൽ കറ കളഞ്ഞ ജീവിതം അവരുടെ ജീവിതത്തിൽ സാമ്പത്തിക മേഖലയിൽ കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എന്താ, അവരുടെ സമ്പാദ്യം ദീനിന് ഉപകരിച്ചു, നബിതങ്ങൾക്ക് ഉപകരിച്ചു, ദീൻ വളർത്താൻ കാരണമായി തീർന്നു, അല്ലേ. അതുപോലെ നമ്മുടെ സമ്പാദ്യവും ദീനിന് ഉപകരിക്കുന്നതാകണം. അള്ളാഹു അത്തരത്തിലാക്കി തരുമാറാകട്ടെ. നമ്മുടെ മക്കൾ, നമ്മുടെ സന്താന തലമുറ, അവർക്ക് അടിയുണ്ടാക്കാനും വഴക്കുണ്ടാക്കാനും അവർക്ക് കലഹിക്കാനുള്ളൊരു മുതലായിട്ട് നമ്മുടെ സമ്പാദ്യം മാറാൻ പാടില്ല. മറിച്ച് അവർ സ്നേഹത്തിൽ അവർക്ക് റാഹത്തായി ലഭിക്കുന്നതോടൊപ്പം തന്നെ ദീനിന് ഉപകാരപ്പെടുന്ന സമ്പാദ്യമായി തീരണം. അള്ളാഹു അത്തരത്തിലാക്കി തരുമാറാകട്ടെ. ഈ പറഞ്ഞ ദിക്ർ ഇൻഷാ അല്ലാഹ് മറക്കാതിരിക്കുക. നല്ല ഇഖ്ലാസോട് കൂടിയിട്ട് ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ്, ഇന്നിനിപ്പോൾ സുബഹി കഴിഞ്ഞു, നാളെ മുതൽ എന്ത് ചെയ്യുക, നമുക്ക് മുടങ്ങാതെ കൊണ്ട് നടക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എനിക്കും നിങ്ങൾക്കും അള്ളാഹു ഭാഗ്യം നൽകട്ടെ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടുന്ന ആളുകൾക്ക് വലിയൊരു ആശ്വാസമാകും. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.